എനിക്ക് ശബ്ദം കൊണ്ട് ശബ്ദത്തിന് അനന്ത സാധ്യതകളുണ്ടെന്നും ശബ്ദം കൊണ്ട് നമുക്ക് ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ ആദ്യമേ ഒന്നും വിചാരിച്ചല്ല ഇതിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് ആദ്യം നമ്മൾ എല്ലാരും പറയുന്ന പോലെയൊക്കെ തന്നെ നമ്മളും പറഞ്ഞും സംസാരിച്ചൊക്കെ ശീലിച്ചു വന്നത്. പിന്നെ നമ്മൾ റേഡിയോയിലേക്ക് വന്നപ്പോഴാണ് റേഡിയോയിൽ ശബ്ദത്തിന് പ്രാധാന്യമുണ്ടെന്നും റേഡിയോ വഴി നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്നും റേഡിയോയിലൂടെ നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കിയതെല്ലാം റേഡിയോ വഴിയാണ് എനിക്ക് ഇങ്ങനെ ശബ്ദത്തിന്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കി വന്നത്. ഇത് കൂടാതെ ഓഡിയോ ബുക്സിൽ വരാൻ ഞാന് ഈ റേഡിയോയിൽ വന്നതിന് ജേർണലിസം കഴിഞ്ഞതിന് ശേഷം റേഡിയോയിൽ വന്നു. ആ റേഡിയോയിൽ വന്ന് പിന്നെ ദൂരദർശനില് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു. ന്യൂസ് റീഡർ ആണ്. ഇപ്പോഴും ന്യൂസ് അവതരിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഓഡിയോ ബുക്സിലേക്ക് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഒരു 3 വർഷം മുമ്പ് മേളിലായി, ഒരു 5 വർഷമായി. 5 വർഷം ത്തിന് മുമ്പാണ് നമുക്ക് ഓഡിയോ ബുക്സ് തുടങ്ങിയത്. അപ്പൊ ഓഡിയോ ബുക്സ് ഇങ്ങനെ തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഓഡിയോ ബുക്സിന്റെ ഒരു ആരംഭ സമയത്ത് തന്നെ മലയാളത്തില് ബുക്കുകൾ എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് DC ബുക്സ് അതിനൊരു അവസരം ഇവിടെ ഒരു സ്റ്റുഡിയോ ഒക്കെ തന്നു. ആ സ്റ്റുഡിയോയിൽ നമുക്ക് ഈ ഓഡിയോ ബുക്സ് വായിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടായപ്പോ ഒത്തിരി ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്കും നമ്മള് സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സൗണ്ട് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ തുടക്കക്കാരാണല്ലോ. ഓഡിയോ ബുക്സിൽ തുടക്കക്കാരനാണെന്ന്. നമ്മൾ റേഡിയോയിലൊക്കെ ശബ്ദം കൊടുത്തിട്ടുണ്ടെങ്കിലും ഓഡിയോ ബുക്സ് എങ്ങനെ ഇരിക്കുന്നല്ലോ. അപ്പൊ അങ്ങനെ പോയി നമ്മൾ ഒരു ഓഡിഷനിൽ പങ്കെടുത്തു. ആ ഓഡിഷനിൽ പങ്കെടുത്തപ്പോൾ അതില് നമ്മുടെ ശബ്ദം അതിന് സ്യൂട്ട് ആണെന്ന് തോന്നി. അവര് നമ്മളെ ഓഡിയോ ബുക്സിലേക്ക് ബുക്ക് വായിക്കാൻ തന്നു. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ബുക്ക് ഈ അയൽക്കാർ ആണെന്ന് തോന്നുന്നു. ഞാൻ വായിച്ച ആദ്യ ബുക്ക് അയൽക്കാരാണ്.